എന്താ ഇവിടെ ഇരിക്കുന്നേ? നീ ക്ലാസ്സിൽ കയറണല്ലേ? നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? അച്ഛനൊട്ടും വയ്യ, BP ഒക്കെ വളരെ കൂടുതലാ. ഓ, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഇല്ല, അച്ഛൻ വരാൻ കൂട്ടാക്കുന്നില്ല. തലകറക്കം, നടക്കുമ്പോഴൊക്കെ ഒട്ടും വയ്യ. അപ്പൊ വീട്ടിലാരുണ്ട്? ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മേനെ അറിയിച്ചില്ലേ? അമ്മ അറിഞ്ഞിട്ടുണ്ടാവും, അറിയിക്കാൻ നോക്കിയിട്ട് ഫോൺ എടുത്തില്ല. അതെന്താ? ഡൈവോഴ്സിന് ശേഷം അച്ഛനും അമ്മയും കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. അമ്മ അറിഞ്ഞാലും വരില്ല. അത്ര വഴക്കിട്ട അമ്മ ഡൈവോഴ്സ് ചെയ്തു പോയേ. എന്തെങ്കിലും ആവട്ടെ, നീ വന്ന് ക്ലാസ്സിൽ കയറ്. അപ്പോൾ ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ ആവും. ബാ, ക്ലാസ്സിൽ പോവാ, ബാ. ഞാൻ വരണില്ല. ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? ക്ലാസ്സിൽ പോയിരിക്കാം. അപ്പോൾ എല്ലാവരോടും സംസാരിച്ചൊക്കെ ഇരിക്കാം. ഞാൻ വരണില്ല, നീ പോയിക്കോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ വീട്ടിൽ പോവാ. അപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ലേ? ഇല്ല, ഞാൻ വീട്ടിൽ പോവാ. ശരി, എന്നാ പിന്നെ കാണാം. ഹലോ, വൈദേഹി, ഇത് മായയാ. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? ഒട്ടും വയ്യ, അച്ഛനിപ്പോൾ കിടന്ന കിടപ്പാ. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലേ? അച്ഛൻ വരാൻ കൂട്ടാക്കണില്ല, എത്ര പറഞ്ഞിട്ടും വരണില്ല. ഓ, ഞാൻ അങ്ങോട്ട് വരട്ടെ? നമുക്ക് രണ്ടുപേർക്കും കൂടെ ആംബുലൻസ് വിളിച്ചിട്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇല്ല, അച്ഛൻ വരില്ല, അച്ഛൻ പറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. മരുന്ന് എന്തെങ്കിലും കൊടുക്കണുണ്ടോ? മരുന്നും കഴിക്കണില്ല, ഒന്നും ചെയ്യുന്നില്ല, ഭക്ഷണവും കഴിക്കണില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പീടിയും കിട്ടണില്ല. ഏതായാലും ഞാൻ നാളെ വൈകുന്നേരം വരാം, ക്ലാസ് കഴിഞ്ഞിട്ടേ. നമുക്ക് എന്തൊക്കെയാന്ന് തീരുമാനിക്കാം. നീ വിഷമിക്കാതിരിക്കുക കേട്ടോ. എന്നാ ഞാൻ വെക്കട്ടെ? ശരി. മായ, എങ്ങനെയുണ്ടിപ്പോ? അതുപോലെയൊക്കെ തന്നെ ഇരിക്കുക. ഇപ്പൊ സംസാരിക്കണമില്ല. വാ, നമുക്ക് നോക്കാം. അങ്കിളെ, അങ്കിളെ. ഞാനാ മായ, വൈദേഹിയുടെ കൂട്ടുകാരിയെ. അങ്കിളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്കിളെ, കണ്ണ് തുറക്ക അങ്കിളെ. ഇപ്പൊ ഒന്നും പറയണില്ല, കണ്ണ് തുറക്കണമില്ല. എന്നാ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? എനിക്കൊന്നും അറിയില്ല. ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടത്തിയിട്ട് എങ്ങനെയാ? അങ്കിളെ, നമുക്കെന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാവേ. ഞാൻ എന്നാ ആംബുലൻസ് വിളിക്കട്ടെ? നീ വേഗം ചെന്ന് റെഡിയാവും. വൈദേഹി, ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. കുറച്ച് സീരിയസാണ്, ICUവിൽ കിടത്താനാണ് പറയണേ. അവർക്ക് ഒബ്സർവ് ചെയ്യണം.
സെമിനാർ ഉണ്ടായിരുന്നു. ഞാനിനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരൂ. പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടോ? ഇല്ല, എൻ്റെ കയ്യിലുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്നാ ഞാൻ പോട്ടെ. ഇവിടെ ICUവിൽ നിനക്ക് വേറെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതിയേ. ഞാൻ ഇന്ന് പുറപ്പെടും. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. എന്നാലും വിളിച്ചാൽ മതി. കരയണ്ട കേട്ടോ. ഹലോ, ഞാനാ വൈദേഹി. അച്ഛൻ മരിച്ചു. കരയല്ലേ, ആശ്വാസപ്പെടുക. സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ മതി. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന്. അമ്മേനെ അറിയിക്കണ്ടേ? അറിയിച്ചായിരുന്നു? ഇല്ല, അറിയിക്കണം. എനിക്കൊന്നും അറിയില്ല. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോരാനും പറ്റില്ല. സെമിനാർ ആയതുകൊണ്ടേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചു വന്നിട്ട് നിന്നെ വന്ന് കാണാം. എന്തെങ്കിലും വേറെ ആവശ്യം വല്ലതും ഉണ്ടോ? ഇല്ല. ശരി, എന്നാ വെച്ചോ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ. ആ മായ, നീ വന്നോ? അച്ഛൻ മരിച്ചിട്ട് ഇന്ന് 7ാം ദിവസമാണ്. എൻ്റെ അമ്മയെ അറിയിച്ചില്ലേ? അറിയിച്ചു. അമ്മ വന്നില്ല. അതെന്താ? അച്ഛനും അമ്മയും ഡൈവോഴ്സിന് ശേഷം കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വാ, വല്ലതും കഴിക്കേ. എനിക്കൊന്നും വേണ്ട. അതെന്താ? എന്തിനാ കരയണേ? എന്തിനാ ഇങ്ങനെ കരയണേ? പോകേണ്ടവരൊക്കെ പോയില്ലേ? ഇനി സമാധാനപ്പെടും. എന്തിനാ കരയണേ? അതല്ല,